ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോട്ട്ബുക്ക് പൊതിയലും അതേപോലെ തന്നെ ലഞ്ച് പ്രിപ്പറേഷനും അതേപോലെ തന്നെ ക്ലീനിങ്ങും എല്ലാം കൂടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസമാണ് നമ്മൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയുന്നത്. സാധാരണ ഞാൻ നേരത്തെ ചെയ്യാറുള്ളതാണ്. ഇപ്രാവശ്യം നമ്മൾ അബുദാബിയിൽ പോയത് കൊണ്ട് പിന്നെ വന്നപ്പോഴാണ് നോട്ടും ടെക്സ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നോട്ടും ടെക്സ്റ്റൊക്കെ പൊതിഞ്ഞ് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് പൊറോട്ടയും അതേപോലെ തന്നെ അൽഫാമുമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് പിന്നെ ഇത് രാവിലെ നമ്മൾ ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കണം. മധുരമില്ലാത്ത ഒരു കട്ടൻ ചായ കുടിക്കട്ട. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു റസ്കോ എന്തെങ്കിലും ഒന്ന് ഒരു ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മധുരമിടാത്ത ചായ കഴിക്കുന്നത്. അപ്പോൾ അത് രാവിലെ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കുടിച്ചാലും വേണ്ടില്ല, രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട്, അപ്പോൾ നമ്മുടെ പണി കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് വാഷായിട്ട് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മത്തയും അതേപോലെ തന്നെ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മത്തൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വഴുതനങ്ങ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മത്തിയും പയറും കൂടെ കുക്കറിൽ ഇട്ടേക്കാണ്. അപ്പോൾ അത് വിസിലായി വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾ തേങ്ങ അരക്കി അങ്ങനെയുള്ളതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ മത്തിയും പയറും കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ, കുതിർന്നതാണല്ലോ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മത്തിയും പയറും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. പാലിൻ്റെ പാത്രം ഒക്കെ ഒഴിവായി. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾക്കപ്പം തന്നെ കഴുകാൻ കേട്ടോ. പണിയുടെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അപ്പോൾക്കപ്പം അവനവൻ്റെ പാത്രങ്ങൾ കഴുകിയിട്ട് പിന്നെ നമുക്ക് പണി കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ പാത്രങ്ങളും കൂടെ ഒഴിവാകും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഭാരമായിട്ട് അവിടെ മുഴുവൻ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ അടുപ്പത്ത് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ എളുപ്പം കഴിയും ചെയ്യും. നേരത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കഴിയുന്നത് അവർക്ക് ഇഷ്ടമുള്ളതായ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ആണല്ലോ കൂടുതലും യൂസ് ചെയ്യാം. അപ്പോൾ അത് പല കുട്ടികളും, ഇപ്പോൾ ഞാൻ ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ എനിക്കറിയാം പല കുട്ടികളും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ലഞ്ചിനാണെങ്കിൽ ചിലവർ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചില കുട്ടികൾ കൊണ്ടുവരുന്ന, ചില കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അവർ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള നല്ല കറികൾ തന്നെ അവർക്ക് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നു. 3 വിസിൽ വന്നപ്പോൾ പിന്നെ ഞാനത് ഓഫാക്കി കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുക്കറിൽ തന്നെ ഞാൻ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചെടുത്ത് ചെറുതായി ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ അതരക്കാം. അപ്പോൾ നമ്മുടെ മത്തക്കറി റെഡിയായി. അപ്പോൾ പിന്നെ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കും കൂടെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാങ്ങയും കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചമ്മന്തി അരക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങ ഇട്ടിട്ടുള്ള തേങ്ങാ ചമ്മന്തി കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചോറ്, എൻ്റെ ഇടയിൽ ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് പാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ ചമ്മന്തിയും അതേപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ഇതിൽ ചമ്മന്തിയും പിന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ മത്തക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചാറിയപ്പോൾ നല്ല മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഞാനതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് പണി കഴിയുമ്പോഴേക്കും നമുക്ക് 6:45 ആയിട്ടോ.
അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പണി തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഷ് മെഷീനിൽ ഒക്കെ വാഷായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോള് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൾ സ്കൂളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് കിച്ചൻ്റെ കബോർഡ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഞാനൊന്ന് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് പൊടിയും മാറാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷേ ഉള്ളിൽ കബോർഡൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാറാലും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നറിൽ പഞ്ചസാരയുടെ ഡപ്പയിൽ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി അതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ പോവുകയാണ്. വാഷ് ചെയ്തതൊക്കെ ഒന്ന് അയലയിൽ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയിട്ടാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് കബോർഡ്, അപ്പോൾ കബോർഡിലെ മാറാൽ ഒക്കെ അടിച്ചിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കബോർഡൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ആണ് കേട്ടോ പാത്രങ്ങളൊക്കെ അതിലേക്ക് വെക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അതൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ അത്, അപ്പോൾ നന്നായിട്ടൊന്ന് നനഞ്ഞ തുണി കൊണ്ടാണ് ആദ്യം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഫുള്ളായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നല്ല കേട്ടോ, അത് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ എടുക്കുകയുള്ളൂ. എന്നാലും ഇടയ്ക്ക് ഈ പല്ലി അതേപോലെ ചെറിയ മാറാലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെ പോയത്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഇല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ തീരെ ആളില്ലാത്തതല്ലേ, അപ്പോൾ അങ്ങനെ പൊടി ചെറിയൊരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ പാത്രമൊക്കെ വെച്ചു ഉണങ്ങിയ തുണിയും യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ചല്ലേ, പിന്നെ ഈ മഴക്കാലമാണല്ലോ, അപ്പോൾ ആ ഒരു നനവ് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഇതേപോലെ ഒരു മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ പൊടി പിടിക്കും പാത്രത്തിൽ, പല്ലിയുടെ അതൊക്കെ അങ്ങനെ ഇരുന്നിട്ട് അത് ഒട്ടി പിടിച്ചിട്ട് പിന്നെ അത് വാഷ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് താമസിച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമായിരിക്കണം അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ കബോർഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചു. അപ്പോൾ ഇന്നലെ തുടച്ചതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കിച്ചൺ മാത്രം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയപ്പോൾ മാറാലയുടെ പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും അത് നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ക്രോക്കറി ഐറ്റംസൊക്കെ നമ്മൾ പ്ലേറ്റും ഗ്ലാസും ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് വെക്കുന്നതൊക്കെ ഇടയ്ക്കൊന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാതെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കിച്ചനായാലും വീടായാലും അങ്ങനെ ഡിസോർഡറായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വിചാരിച്ച് അപ്പോൾ നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്